ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ മേ അതുപോലെ ക്യാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ മേയുടെയും ക്യാനിൻ്റെയും യൂസേജസ് എല്ലാവർക്കും അറിയാം. നമ്മൾ അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേ ഉപയോഗിക്കാറുണ്ടല്ലേ, നമ്മൾ പറയാറില്ലേ, ഞാൻ പോയിക്കോട്ടെ, ഞാൻ വന്നോട്ടെ, അല്ലെങ്കിൽ ഞാനിത് എടുത്തോട്ടെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എങ്ങനെ പറയാം? മേ ഐ ഗോ, ഞാൻ പോയിക്കോട്ടെ. മേ ഐ ടേക്ക് ഇറ്റ്, ഞാനിത് എടുത്തോട്ടെ. അതുപോലെ മേ ഐ കം, ഞാൻ വന്നോട്ടെ. അപ്പോൾ ഇതുപോലെ നമ്മൾ മേ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മേ നമുക്ക് എങ്ങനെ, അതുപോലെ ക്യാന് നമുക്ക് എങ്ങനെയാണ് ഒരു അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ സെൻറ്റൻസുകളായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം കേട്ടോ. ഫസ്റ്റ് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് പറയാണ്. നിങ്ങൾക്ക് പോകാം, നമ്മളൊരു അനുവാദം കൊടുക്കണം. നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് പോകാൻ സമയമായിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. എങ്ങനെ പറയാം നമുക്ക് മേ ഉപയോഗിച്ചിട്ട്? യു മേ ഗോ, നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ യു ക്യാൻ ഗോ. രണ്ടും നമുക്ക് ഒരേ അർത്ഥത്തിൽ യൂസ് ചെയ്യാവുന്ന കേട്ടോ. യു മേ ഗോ, നിങ്ങൾക്ക് പോകാം, യു ക്യാൻ ഗോ, നിങ്ങൾക്ക് പോകാം. രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പോൾ ക്യാനും മേയും നമുക്ക് അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരാം എന്നെങ്ങനെ പറയാം? യു മേ കം, നിങ്ങൾക്ക് വരാം. യു ക്യാൻ കം, നിങ്ങൾക്ക് വരാം. മേ ഉപയോഗിക്കാം, ക്യാനും ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. എങ്ങനെ പറയാം? യു ക്യാൻ ആസ്ക് മീ എനി ഡൗട്ട്. എനി ഡൗട്ട് എന്ത് സംശയം കേട്ടോ, ഏത് സംശയവും, എന്ത് സംശയം എന്നാട്ടോ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. അവിടെ നമുക്ക് മേ ഉപയോഗിക്കാം. യു മേ ആസ്ക് മീ എനി ഡൗട്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേ പോകാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേ പോയിക്കോളൂ. എന്ന് എങ്ങനെ പറയാം? യു മേ പാസ് ദിസ് വേ. നിങ്ങൾ ഇതിലേ പോയിക്കോളൂ. ഇവിടെ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. യു ക്യാൻ ഗോ ദിസ് വേ. നിങ്ങൾ ഇതിലേ പോയിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേ പോകാം. ഓക്കെ, നിങ്ങൾ എൻ്റെ കാർ എടുത്തോളൂ. എങ്ങനെ പറയാം? യു ക്യാൻ ടേക്ക് മൈ കാർ. നിങ്ങൾ എൻ്റെ കാർ എടുത്തോളൂ. അല്ലെങ്കിൽ യു മേ ടേക്ക് മൈ കാർ. നിങ്ങൾ എൻ്റെ കാർ എടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കാർ എടുക്കാം. നെക്സ്റ്റ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാവുന്നതാണ്. നമ്മൾ പറയാറില്ലേ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാവുന്നതാണ്. എങ്ങനെ പറയാം? യു ക്യാൻ കം ഹിയർ. നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. അല്ലെങ്കിൽ ക്യാന് കഴിവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്കിവിടെ ഒരു അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ക്യാൻ ഉപയോഗിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കാം കേട്ടോ. യു ക്യാൻ കം ഹിയർ, നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയും എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം വയ്ക്കുന്നത്. യു ക്യാൻ കം ഹിയർ, നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. വെന്നെവർ യു ലൈക്ക്, അല്ലെങ്കിൽ വെന്നെവർ യു വാണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും, നിങ്ങൾ എപ്പോഴാണോ വരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. വെന്നെവർ എന്ന് വെച്ചാൽ എന്താണ്? എപ്പോൾ വേണമെങ്കിലും, നിങ്ങൾ എപ്പോഴാണോ ആഗ്രഹിക്കുന്നത്. വെന്നെവർ യു ലൈക്ക്, നിങ്ങൾ എപ്പോഴാണോ വരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരാവുന്നതാണ്. അല്ലെങ്കിൽ വെന്നെവർ യു വാണ്ട്, നിങ്ങൾ എപ്പോഴാണ് വരാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കിയേ. ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ഏർലി ടുഡേ. ഈഫിൻ്റെ ഉപയോഗം കൂടെ പഠിച്ചോളൂ കൂടെ. ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ. ഈഫിൻ്റെ അർത്ഥം നമ്മൾ എങ്കിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എങ്കിലാണ്. ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. യു ക്യാൻ ഗോ, നിങ്ങൾക്ക് പോകാം. ഏർലി, നേരത്തെ. ടുഡേ എന്ന്, യു ക്യാൻ ഗോ ഏർലി ടുഡേ. ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ഏർലി ടുഡേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് നേരത്തെ പോയിക്കോളൂ. ഇനി ഇഫ് യു വാണ്ട് യു മേ ഗോ ഏർലി ടുഡേ. മേയും നമുക്കവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, യു ക്യാൻ സ്റ്റോപ്പ് ദ വർക്ക്. നിങ്ങൾക്ക് ജോലി നിർത്താവുന്നതാണ്. നിങ്ങൾ ജോലി നിർത്തിക്കോളൂ. യു ക്യാൻ സ്റ്റോപ്പ് ദ വർക്ക്, നിങ്ങൾ ജോലി നിർത്തിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് നിർത്തിക്കോളൂ. ഇനി അവിടെ യു മേ സ്റ്റോപ്പ് ദ വർക്ക്, നിങ്ങൾക്ക് ജോലി നിർത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി നിർത്തിക്കോളൂ എന്നർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. യു മേ സ്റ്റോപ്പ് ദ വർക്ക്, അല്ലെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ദ വർക്ക്, നിങ്ങൾക്ക് ജോലി ഇവിടെ നിർത്താവുന്നതാണ്. ഇനി ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോളൂ. എങ്ങനെ പറയാം? ഉറക്കം വരുന്നുണ്ടെങ്കിൽ, എങ്കിലാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ തുടങ്ങാം? എങ്കിൽ, ഈഫ് ആണല്ലേ. ഈഫ്
നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഇഫ് യു ഫീൽ സ്ലീപ്പി. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ എന്താണ്? തോന്നുക എന്നുള്ളതാണ് അല്ലേ? തോന്നുക എന്നാണ് നമ്മൾ ഫീലിന് അർത്ഥം പറയുന്നത്. ഇഫ് യു ഫീൽ സ്ലീപ്പി, നിങ്ങൾക്ക് ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു ബെഡ്. യു ക്യാൻ ഗോ ടു ബെഡ്. ഇഫ് യു ഫീൽ സ്ലീപ്പി യു ക്യാൻ ഗോ ടു ബെഡ് അല്ലേ? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ഉറങ്ങാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കിടക്കാവുന്നതാണ്. ഇഫ് യു ഫീൽ സ്ലീപ്പി യു ക്യാൻ ഗോ ടു ബെഡ്. അപ്പോൾ ആദ്യം സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ പറഞ്ഞ് പഠിക്കുക കേട്ടോ. യു മേ ഗോ, യു ക്യാൻ ഗോ, യു ക്യാൻ കം, യു മേ കം, യു ക്യാൻ ടേക്ക്, യു മേ ടേക്ക്. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ ആദ്യം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വലിയ വലിയ സെൻറ്റൻസുകൾ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യാനും മേയും നമുക്ക് അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓർത്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് പോകാവുന്നതാണ്, നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മേയും ക്യാനും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്